അതിനുശേഷം സഹോദരങ്ങളെ, അടുത്ത അധ്യായം ബാബു മൻ ഹസല ബിശൈഇൻ ഫീഹി ദിക്റുല്ലാഹി അവിൽ ഖുർആനി അവിർ റസൂൽ എന്ന അധ്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനി ചിഹ്നങ്ങളെ പരിഹസിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള അധ്യായമാണ്. ഇത് തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ്. കാരണം തൗഹീദ് ഹൃദയത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചോ അവന്റെ റസൂലിനെ കുറിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദീനിനെ കുറിച്ചോ ഖുർആനിനെ കുറിച്ചോ പരിഹസിക്കുക പോയിട്ട് അതിനൊന്നും കൊച്ചാക്കുന്ന രൂപത്തിലുള്ള സംസാരം പോലും ഒരാൾക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. തൗഹീദ് ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയില്ല. അതിനെ കുറവാക്കി പോകുന്ന ഒരു വാക്കും അവന്റെ വായിൽ നിന്ന് വരികയില്ല. അപ്പൊ പരിഹസിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങൾ, അതിന്റെ ഹുക്കും കുഫ്റുൻ അക്ബറാണ്, ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാൾ അള്ളാഹുവിനെ പരിഹസിച്ചാൽ, അവന്റെ റസൂലിനെ പരിഹസിച്ചാൽ, ഖുർആനിനെ പരിഹസിച്ചാൽ, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ പരിഹസിച്ചാൽ, ഇതെല്ലാം ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. അയാൾ അത് ഹലാലായി കാണണമെന്നില്ല, ഇസ്തിഹ്ലാല് നിബന്ധനയില്ല. ഒരാൾ അള്ളാഹുവിനെ പരിഹസിച്ചാൽ നേരെ ദീനിന് പുറത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു, റസൂലിന്റെ എന്തെങ്കിലുമൊക്കെ ഘടനകളെ പരിഹസിച്ചാൽ, ഇപ്പോൾ ഒരാൾ താടിയെ പരിഹസിക്കുന്ന സമയത്ത് റസൂലിനെ ഉദ്ദേശിച്ചിട്ടാണ് ഒരാൾ അത്തരം താടിയെ പരിഹസിച്ചത് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, ഇപ്പോൾ കട്ടിയുള്ള താടിയെ പരിഹസിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കട്ടിയുള്ള താടിയായിരുന്നു, ഇടതൂർന്ന താടിയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പരിഹസിച്ച അയാൾ കാഫിറായി പോകും. ഇനി അതല്ല, ഒരു വ്യക്തിയുടെ താടിയാണ് ഒരാൾ പരിഹസിച്ചതെന്ന് വിചാരിക്കുക. ഒരാളുടെ വ്യക്തി, നിന്റെ താടി എന്താണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ അത് ഹറാമായ കാര്യമാണ്. പരിഹാസം ദീനിൽ ഹറാമായ കാര്യമാണ്. ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്ന് മാത്രം. കാരണം ഒരു പ്രത്യേക വ്യക്തിയുടെ താടി മാത്രമാണ് അയാൾ പറഞ്ഞത്. പക്ഷെ മൊത്തത്തിൽ ദീനിന്റെ ചിഹ്നങ്ങളെ, താടിയെ ഒരാൾ പരിഹസിച്ചാലോ, ആ ദീനിന്റെ നിയമങ്ങളാണ് പരിഹസിച്ചത്, കാഫിറായി പോകും. നിഖാബിനെ പരിഹസിച്ചാലോ, സ്ത്രീകളുടെ മുഖാവരണത്തെ ഒരാൾ പരിഹസിക്കുകയാണ്, അന്ന് ഈ കാലഘട്ടത്തിൽ യോജിക്കുകയില്ല. അവൻ അറിയാം ഇത് ദീനിലുള്ളതാണ്, അവൻ ദീനിൽ നിർബന്ധമാണെന്ന് വിശ്വസിക്കണം എന്നില്ല, ദീനിൽ മുസ്തഹബാണെന്നെങ്കിലും അവൻ അറിയാം. എന്നിട്ടാണ് അവൻ അതിനെ പരിഹസിക്കുന്നത് എങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇതറിയാത്തത് കൊണ്ടാണ് തൗഹീദിലേക്ക് ചേർത്തി പറയുന്ന ആളുകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വന്നത്, അല്ലെ? ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി എഴുതി വെച്ചത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, അത് ഇന്നുവരെ തിരുത്തിയിട്ടില്ല. മുട്ടിനതായ പെട്ടെന്ന് അവസാനിക്കുന്ന പാൻസുകൾ, സലഫികളെ കുറിച്ചിട്ട് സലഫികൾ വളരെ മുതശദ്ദിദുകളാണ്, അവർ അതിര് കവിഞ്ഞവരാണ് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട്, സലഫികളെ ആക്ഷേപിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എഴുതി വിട്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ മുട്ടിനതായ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടൊന്നും, അങ്ങനെയുള്ള വളരെ പരിഹാസം നിറഞ്ഞ വാക്കാണ് പറഞ്ഞത്. ഇപ്പൊ നിസ്ഫു സാഖ്, നെര്യാണിയുടെ കണങ്കാലിന്റെ മധ്യത്തിൽ ഒരാൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു രീതിയാണ്. അവന്റെ നാട്ടിൽ അത് തീർത്തും അങ്ങനെ ആരും ധരിക്കുന്നില്ല എങ്കിൽ അവന് നെര്യാണിക്ക് തൊട്ടു മുകളിൽ ധരിക്കാം. പക്ഷേ അതിനൊരാൾ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ, പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുഫറാകുന്ന കാര്യമാണ്. കാരണം ദീനിന്റെ ചിഹ്നമാണ്. അതുപോലെ ബാർബറുടെ കരങ്ങൾ തൊട്ടു തടവാത്ത, തഴുകാത്ത താടി രോമം സലഫികളെ പരിഹസിച്ചതാണ്. പക്ഷെ ആരാണ് അവൻ പരിഹസിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി ഏതെങ്കിലും ബാർബർ ഒരു തവണയെങ്കിലും കട്ട് ചെയ്തതായി ഏതെങ്കിലും ഒരു രേഖയുണ്ടോ? ഹജ്ജിലോ ഉംറയിലോ? ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് താടി ഒരു തവണ പോലും മുറിച്ചതായി ഒരു ഹദീസിനും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സഹാബികളിൽ ചിലർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ ഖിലാഫുള്ള ഒരു വിഷയമാണെന്ന് മാത്രം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കലും ചെയ്തതായി ഹദീസിൽ വന്നിട്ടില്ല. അപ്പോൾ ആ താടിയെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ശരീഅത്തിന്റെ നിയമത്തെയാണ് അവൻ പരിഹസിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് ആ പരിഹാസം എത്തിച്ചേർന്നിട്ടുള്ളത്. കുഫ്റൻ കാര്യമാണ്. അതുപോലെ ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് എന്തെല്ലാം മോശമാണ് സഹോദരങ്ങളെ ഇത്തരത്തിൽ ഇസ്ലാഹികളാണെന്ന് വാദിക്കുന്ന ആളുകളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത്. റിഫ്സാദാണ്, ഫസാദാണ് അവർ ഉണ്ടാക്കുന്നത്, ഇസ്ലാഹല്ല. അതിനെ വളരെ മോശമായി പരിഹസിക്കുന്നത്, സമൂഹ മധ്യത്തിൽ അവർ പരിഹസിക്കുകയും ആളുകൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് സഹോദരങ്ങൾ യഥാർത്ഥത്തിൽ കുഫ്റൻ വാക്കുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കുഫ്റൻ വാക്കുകളാണ്. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട തിന്മയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവർ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ദീനിന്റെ ഏത് ചിഹ്നമാകട്ടെ, ഒരു സുന്നത്താകട്ടെ, നിർബന്ധമാകണമെന്നൊന്നുമില്ല. ഇപ്പൊ താടിന്ന് വളർത്തൽ നിർബന്ധമാണല്ലോ, അതുകൊണ്ടല്ല അത് അയാൾ കുഫ്റാണെന്ന് പറയുന്നത്. സുന്നത്താകട്ടെ, ഒരാൾ മിസ്വാക്ക് ഉപയോഗിക്കുന്നതിന്, അതും ഈ ജമാഅത്ത് ഇസ്ലാമി ഇതിൽ മിസ്വാക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് മോശമാക്കി ഈ എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുഫ്റുകളും ഒരുമിപ്പിച്ചിട്ടുണ്ട്. മിസ്വാക്ക് ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാക്ക് കൊള്ളികൾ, അത് അങ്ങനെ പറഞ്ഞിട്ടും അതിനെ പരിഹസിച്ചത് കാണാൻ സാധിക്കും. ഒരാളൊരു മിസ്വാക്ക് ഉപയോഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണത്. ഈ ഉമ്മത്തിന് പ്രയാസകരമായ ലൗലാ നശുക ല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി സ്വലാഹ്.
ഈ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരവേളയിലും സിവാക്ക് ഉപയോഗിക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഒന്നും കൽപ്പിക്കാത്തത് കൊണ്ടാണ് അത് സുന്നത്തായി തീർന്നത്, അല്ലെങ്കിൽ നിർബന്ധമായി തീരുമായിരുന്നു. അത് സുന്നത്താണ്. അപ്പൊ ആ സുന്നത്തായ ഒരു കാര്യത്തെ പോലും ഒരാൾ പരിഹസിച്ചാൽ അത് കുഫ്റാണ്. അത് കുഫ്റാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണ്. നിസ്സാരായ ഒരു കാര്യമേ അല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ യുവാക്കൾക്കും ഇതുപോലെ അറിയാത്ത ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പലർക്കും ഇത് അറിയില്ല. ഇങ്ങനെ തമാശക്ക് ദീനിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. നിര്യാണിന്റെ മേലിട്ട് എന്താണ് വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? നിര്യാണിന് മുകളിലേക്ക് ഒരാൾ ധരിച്ചാൽ അങ്ങനെ പരിഹസിക്കുകയാണ്. എന്നാൽ അവൻ റോൾ മോഡലാക്കിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തി നിര്യാണിക്ക് മുകളിൽ ഫാഷനായി കൊണ്ടുവന്നാൽ എല്ലാവർക്കും അത് യാതൊരു കുഴപ്പമില്ല, അപ്പോൾ ഒരു പ്രയാസമില്ല. താടി നീട്ടി വളർത്താൻ ഒരുപാട് പരിഹസിച്ചു. പിന്നീട് താടി ഒരു ഫാഷനായി തീർന്നപ്പോൾ വലിയ വലിയ മോഡലുകൾ താടി നീട്ടി വളർത്തിയപ്പോൾ വെസ്റ്റേൺ കൾച്ചറുകൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെ താടി വളരാനുള്ള മരുന്നുകളാണ് പരുതുന്നത്. താടി വളർത്തിയാൽ ചൊറിച്ചൽ വരാതിരിക്കാൻ എന്തൊക്കെ ഷാമ്പു തേക്കണം, ഇതാണ് പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. താടി പിന്നെ അവന് പ്രയാസമില്ല. പിന്നെ താടിയുടെ പരിഹാസമൊക്കെ നിർത്തി. ഈ പറയുന്ന ചില ദീനിലേക്ക് ചേർത്തി പറയുന്ന ജമാഅത്തുകൾ, ചില സംഘടനകൾ അവരും നിർത്തി താടിയെ പരിഹസിക്കുക. കാരണം ഇപ്പം താടിയെ പരിഹസിച്ച ലിബറലുകൾക്കെതിരെയുള്ള പരിഹാസമായി ഇപ്പോൾ. നേരത്തെ താടിയെ പരിഹസിച്ച സലഫികൾ മാത്രമുള്ള പരിഹാസം. അതുകൊണ്ട് ഇപ്പം ആരും ഇപ്പൊ താടിയെ പരിഹസിക്കുന്നത് കാണുന്നില്ലല്ലോ. കാരണം ഇപ്പൊ എല്ലാവരും ട്രെൻഡും ഫാഷനും വലിയ സിനിമാ താരങ്ങളൊക്കെ താടി വെക്കുന്നവരായി തീർന്നിട്ടുണ്ട്. ഇപ്പൊ താടിക്ക് പരിഹാസമല്ല. അപ്പൊ കാലത്തിനൊപ്പം മുന്നേറുക എന്ന രൂപത്തിൽ ദീനിൽ വരുന്ന കാര്യത്തെ പരിഹസിക്കുക എന്നുള്ളത് ചിലർക്ക് അങ്ങനെ പരിഹസിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ ഉയർന്നു പോകും എന്നാണ് വിശ്വസിക്കുന്നത്. അവൻ ദീനിൽ നിന്നും പുറത്തു പോയിട്ടുണ്ടാവും, കാഫിറായി തീർന്നിട്ടുണ്ടാവും, അവൻ ഈമാൻ കുഫറിലെത്തിയിട്ടുണ്ടാവും. ഇത്തരം സംസാരങ്ങൾ കൊണ്ട് അവൻ കാഫിറായി തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിച്ചവർ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ചെറിയ ഹറാമൊന്നും അല്ല ചെയ്തത്. കള്ളു കുടിച്ചതിനേക്കാൾ വ്യഭിചരിച്ചതിനേക്കാൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് ദീനീ ചിഹ്നങ്ങളെ പരിഹസിക്കുക, അതിനെതിരെ മോശമായി സംസാരിക്കുക എന്നുള്ളത്.